ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് നമ്മൾ ടേബിൾ മാനേഴ്സ്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം നല്ല ശീലങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ സോപ്പും വെള്ളവും ഇട്ട് വൃത്തിയായി കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വരേണ്ടത്. അങ്ങനെ കുട്ടികളുടെ ഉള്ളിൽ കൊച്ചു പ്രായത്തിൽ തന്നെ ഹൈജീനെ പറ്റി ഒരു നല്ല അവബോധം ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെ പോയാലും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ, ഒരു പാർട്ടിക്ക് പോയാലും അല്ലെങ്കിൽ വീട്ടിൽ വേറെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാമായി ഭക്ഷണം കഴിക്കാൻ ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ക്ഷമ എന്ന കാര്യം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാവൂ എന്നുള്ള കാര്യം. ചില കുട്ടികൾ വളരെ അക്ഷമരായി ഇരിക്കുന്ന കാണാം, എന്നാലും അത് എപ്പോഴും നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് പഠിപ്പിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, ഇനി ഭക്ഷണം നമ്മൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒച്ച വയ്ക്കാതെ വളരെ സോഫ്റ്റായിട്ട് നല്ലവണ്ണം ചവച്ചരച്ച് വായടച്ച് വെച്ച് കഴിക്കണമെന്ന് നേരത്തെ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ചവച്ച ഭക്ഷണം നല്ലവണ്ണം വിഴുങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത വായ കഴിക്കാൻ എടുക്കാവുള്ളൂ. അതായത് അപ്പോൾ വായിലുള്ളത് പുറത്തേക്ക് വായിലുള്ള ഭക്ഷണം മുഴുവൻ വിഴുങ്ങിയതിന് ശേഷം ആണെങ്കിൽ അടുത്ത വായ എടുക്കുമ്പോൾ പുറത്തേക്ക് വരികയില്ലെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി നാലാമത്തെ കാര്യമാണ്, എന്ത് ചോദിക്കുമ്പോഴും ഒന്ന് പ്ലീസ് എന്നും, പിന്നെ നമ്മൾ സെർവ് ചെയ്യാൻ വരുന്നവരെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് ഒരു താങ്ക് യു പറയാനും കുട്ടികളെ എപ്പോഴും പഠിപ്പിക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യമാണ്, നമ്മൾ ഹോട്ടലിലോ ഒരു പാർട്ടിക്കോ ചെല്ലുമ്പോൾ നാപ്കിൻ തരുമല്ലോ, അതിൻ്റെ ഉപയോഗം എന്താണെന്നും അത് മടിയിൽ വിരിക്കുകയും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിലോ വായ്ക്ക് ചുറ്റുമോ ഭക്ഷണം ഉണ്ടാകുമ്പോൾ തുടച്ച് വൃത്തിയാക്കാനുള്ളതാണെന്നും, അങ്ങനെ നാപ്കിൻ നോളജ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ അതെന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇനി ആറാമത്തെ കാര്യമാണ്, എല്ലായിടത്തും സ്പൂണും ഫോർക്കും കൊണ്ടുവന്ന് വയ്ക്കുമല്ലോ, അപ്പോൾ സ്പൂൺ എങ്ങനെ പിടിക്കണമെന്നും നൈഫ് എങ്ങനെ പിടിക്കണമെന്നും ഫോർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും സേഫായിട്ട് അതെല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും എല്ലാം ഒന്ന് ട്രെയിനിങ് കൊടുത്താൽ എവിടെ പോയാലും കുട്ടികളത് ഓർത്ത് അതേപോലെ ചെയ്തുകൊള്ളും. ഇനി അവസാനമായി ഏഴാമത്തെ കാര്യമാണ്, എവിടെയാണെങ്കിലും ഡൈനിങ് ടേബിളിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ഒരു വീട്ടിൽ നിന്ന് തുടങ്ങണം ആ റൂള്. ഫുഡ് കഴിക്കുന്നതും ഡൈനിങ് ടേബിളും ഒരു ഇൻ്ററാക്ഷന് വേണ്ടിയാണെന്നും, കോൺവെർസേഷന്, ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാനല്ല പറയുന്നത്, അതിനോടൊപ്പം തന്നെ എല്ലാവരുമായിട്ട് ഒന്ന് സോഷ്യലൈസ് ചെയ്യാനും ഇൻട്രാക്റ്റ് ചെയ്യാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോണ്ടിങ്ങിന് വേണ്ടി തന്നെയാണ് മീൽ ടൈം എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന പാഠങ്ങൾ കുട്ടികൾക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.